ശാലിനിയുടെ പുതിയ എപ്പിസോഡിൽ സത്യഭാമ സുസ്മിതയുടെ കാര്യം തിരക്കുകയാണ്. നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ മുന്നിൽ വെച്ച് നീ ശാലിനിയെ സംശയിച്ചതല്ലേ, അതങ്ങ് തെളിയിക്കുക എന്ന് പറയുകയാണ്. അന്നേരം ഗർഭമില്ലാതെ സീമന്തം നടത്തുന്നത് വലിയ പ്രശ്നമൊന്നുമില്ല, അതങ്ങ് വിട്ടേക്ക് ആൻറ്റി എന്നിങ്ങനെ സുസ്മിത പറയുമ്പോൾ ഇല്ല നീ വെല്ലുവിളിച്ചതല്ലേ തെളിയിക്കുക എന്ന് പറയുമ്പോൾ വെല്ലുവിളിയാണെങ്കിൽ ഞാനത് ഏറ്റെടുക്കാൻ തയ്യാറാണ്, എങ്കിൽ തെളിവ് കാണിക്കാനായിട്ട് ഭാമ പറയുകയാണ്. തുടർന്ന് സുസ്മിതയാണെങ്കിൽ ഫോണിൽ ആ വീഡിയോ ഓൺ ആക്കിയ ശേഷം ദാ കാണ് എന്ന് പറഞ്ഞ് സത്യഭാമയെ കൊടുക്കുകയാണ്. അത് പ്ലേ ചെയ്യുമ്പോൾ എല്ലാവരും കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യുകയാണ്. അവരെന്നാ മരത്തിൻ്റെ മുട്ടിൽ നിന്ന് സംസാരിച്ച ഓരോ വാക്കുമൊക്കെ കേൾക്കുമ്പോൾ ശാലിനി അങ്ങ് കരഞ്ഞ് സങ്കടപ്പെട്ടിരിക്കുന്നുണ്ട്. വിഷ്ണുവും ബാക്കി എല്ലാവരും ഇങ്ങനെ അന്തം വിട്ടിരിക്കുകയാണ്. തുടർന്ന് രാഘവൻ നായർ പറയുന്നുണ്ട്, ഭാമയെ അത് വിശ്വസിക്കരുത്, അവൾ കൊണ്ടുവന്നതല്ലേ, സുസ്മിതയെ വിശ്വസിക്കരുത്, അതെന്തോ ഗ്രാഫിക്സോ മറ്റോ ആണ് എന്നിങ്ങനെ പറയുമ്പോൾ സുസ്മിത പറയുകയാണ്, അതേ എങ്കിലേ ഗ്രാഫിക്സ് തന്നെയാണ്, ഇതിലെ ഡബ്ബിങ്ങും സൗണ്ട് മിക്സിങ്ങും ഒക്കെ ഹോളിവുഡിലെ ഫിലിം ടെക്നീഷ്യന്മാരാണ് എന്ന് പറയുമ്പോൾ ഭാമ ഇങ്ങനെ സംശയിച്ച് നിൽക്കുകയാണ്. ഇത് കള്ളമാണ് എന്നുണ്ടെങ്കിൽ അന്ന് രോഹിത് കെട്ടിയ താലിയും അണിഞ്ഞുകൊണ്ട് ശ്യാമയാണെങ്കിൽ മുൻ കാമുകനായ ദീപകിനെ തേടിപ്പോയി എന്നുള്ളത് കള്ളം, പിന്നീട് അത് ദീപക് ഉപേക്ഷിച്ചു എന്നറിഞ്ഞപ്പോൾ മനം തൊന്ന് വണ്ടിയുടെ മുന്നിലേക്ക് എടുത്തു ചാടി ആശുപത്രിയിൽ എത്തിയത് മറ്റൊരു കള്ളം, അവിടെ നിന്നും ശ്യാമയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു സത്യം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് വിഷ്ണുവേട്ടൻ ഭാമാൻറ്റിയോട് പറഞ്ഞത് മുത്തശ്ശിയാകാൻ പോകുന്നു എന്ന് പറഞ്ഞത് മറ്റൊരു കള്ളം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. തുടർന്ന് രാഘവൻ നായർ വിഷ്ണുവും പറയുകയാണ് അതെന്തോ ഗ്രാഫിക്സ് ആണ്, കള്ളമാണ് എന്നൊക്കെ വിഷ്ണു വീണ്ടും പറയുന്നുണ്ട്. തുടർന്നും രാഘവൻ നായർ പറയുകയാണ്, ഭാമയെ വിശ്വസിക്കല്ലേ, അത് സർലയുടെ മകളാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഇല്ല രാഘവേട്ട ഞാൻ വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോൾ സുസ്മിത ഒരു നിമിഷം അന്തം വിടുകയാണ്. ഇവർ വിശ്വസിക്കില്ലേ എന്നും പറഞ്ഞ്. പക്ഷേ ഭാമ ശാലിനിക്ക് നേരെ തിരിയുകയാണ്, ഇത് കള്ളമാണ് എന്ന് ഇവള് പറയണം എന്ന് പറഞ്ഞിട്ട് ശാലിനിയെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ് അവിടെ നിന്ന്. ഇതേ സമയം കൂടി നിന്നവല്ലേ സുഭദ്ര കുഞ്ഞമ്മയൊക്കെ പറയുന്നുണ്ട്, എനിക്ക് അപ്പോഴേ തോന്നിയതാണ് ഈ പെണ്ണിന് ഗർഭമൊന്നും ഇല്ല എന്ന്, അവൾ സ്വപ്നം കണ്ട് നടക്കുകയല്ലേ, ഇതൊക്കെ വെറുതെയാണെന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ ഭാമ ശ്രദ്ധിക്കുകയാണ്. പക്ഷേ സ്നേഹത്തോടെ തന്നെയാണ് ശാലിനിയോട് സംസാരിക്കുന്നത്. ശാലിനി മോളെ എന്ന് വിളിക്കുമ്പോൾ ശാലിനി അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതൊക്കെ കള്ളമാണ്, ഈ കാണിച്ച വീഡിയോയും ഇവൾ പറഞ്ഞതുമൊക്കെ നുണയാണ് എന്ന് ധരിക്കാനായിട്ട് എനിക്ക് ആരുടെയും അഭിപ്രായം ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ നാട്ടുകാരുടെയും ഒക്കെ മുന്നിൽ വെച്ച് നിന്നെയും നിൻ്റെ അനിയത്തെയും കുറിച്ച് ഇത്രയും അപഖ്യാതി പറഞ്ഞവൾക്ക് നേരെ ഒരു വാക്ക് എൻ്റെ മോള് പറയണം എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി ഇങ്ങനെ വിറച്ചന്തം വിട്ട് നിൽക്കുകയാണ്. അന്നേരം സുസ്മിത കരുതുന്നുണ്ട്, ഒരു നുണയല്ലേ, അത് അവൾ പറയും എന്നിങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ സത്യഭാമ വീണ്ടും പറയുകയാണ്, മോളുടെ നാവിൽ നിന്നും ആ ഒരു വാക്ക് വീഴേണ്ട സമയമേ വേണ്ടുള്ളൂ, ഒരു പൂച്ചക്കുഞ്ഞിനെ തൂക്കിയെടുത്ത് കളയുന്നത് പോലെ ഇവളെ ഞാൻ ഗേറ്റിൻ്റെ പുറത്താക്കും, ഇവൾ ഒരിക്കലും പിന്നെ ഇങ്ങോട്ടത്തേക്ക് വരില്ല എന്നൊക്കെ പറയുമ്പോൾ സുസ്മിത അങ്ങ് ടെൻഷനാവുകയാണ്. ഒരു നുണയല്ലേ, അത് അവൾ എന്തായാലും പറയും, പിന്നെ എനിക്കാണെങ്കിൽ ഭക്ഷണം കഴിച്ചില്ലെങ്കിലും വേണ്ടൂല, ഒരു ദിവസം ഒരു നുണ പറയാതെ ഉറക്കം വരില്ല എന്നൊക്കെ പറഞ്ഞ് ഇവളെ പെടുത്താൻ വന്നിട്ട് ഞാൻ പെട്ടു പോകുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ചിന്തിച്ച് നിൽക്കുകയാണ്. തുടർന്നും ഭാമ പറയുന്നുണ്ട്, മോള് സത്യം ചെയ്യുമെന്ന് പറയുമ്പോൾ വിഷ്ണുവിനെ ശാലിനി ഇങ്ങനെ നോക്കുകയാണ്. അന്നേരം വിഷ്ണു പറയുന്നുണ്ട് സത്യം തുറന്നു പറയാനായിട്ട്. തുടർന്ന് ശാലിനിയുടെ കൈ തന്നെ ഭാമ പിടിച്ച് ശാലിനിയുടെ വയറ്റിലേക്ക് വെക്കുകയാണ്. വിഷ്ണുവിനും നിനക്കും ജനിക്കാൻ പോകുന്ന കുഞ്ഞിൻ്റെ പേരിൽ സത്യം ചെയ്, എൻ്റെ മകൻ വിഷ്ണുവിൻ്റെ കുഞ്ഞിനെ ഉദരത്തിൽ പോറ്റി വളർത്തുന്ന നിന്നെ എനിക്ക് അവിശ്വസിക്കേണ്ട കാര്യമില്ല, പക്ഷേ ഈ നാട്ടുകാരുടെ മുന്നിൽ ബോധ്യപ്പെടുത്താൻ വേണ്ടി മാത്രമാണ്, മോൾ ഒരു വാക്ക് പറയും, മോളെ എനിക്ക് വിശ്വാസമാണ് എന്നൊക്കെ പറയുമ്പോൾ ശാലിനി ആകെ വിയർത്ത് ടെൻഷനായിട്ട് ഇരിക്കുകയാണ്. അർജുനും രോഹിത്തും ശ്യാമയും ശാരികയും ശാരദാമ്മയും ഒക്കെ വിഷ്ണുവിനാണെങ്കിൽ ഒന്നും പറയാൻ പറ്റാതെ ഇങ്ങനെ നിൽക്കുകയാണ്. തുടർന്ന് രാഘവൻ നായർ ചോദിക്കുന്നുണ്ട്, ജനിക്കാത്ത കുഞ്ഞിൻ്റെ പേരിലാണോ ഭാമയെ സത്യം ചെയ്യിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ സത്യം അത് എവിടെയും ബോധ്യപ്പെടേണ്ടത് തന്നെയാണ്, അതിനൊന്നും സാരമില്ല, മോളെ സത്യം ചെയ്യ് എന്നിങ്ങനെ ശാലിനി അങ്ങ് ഭാമ നിർബന്ധിക്കുകയാണ്. അന്നേരം കുഞ്ഞ് ഒലക്ക അവൾ എന്തായാലും സത്യം ചെയ്യും, ഞാനിവിടെ നിന്ന് പുറത്താകും എന്നുള്ള രീതിയിൽ സുസ്മിത നിൽക്കുകയാണ്. ഈ പെരുങ്കള്ളി പറഞ്ഞതെല്ലാം നുണയാണെന്ന് മോൾ എല്ലാവരുടെയും മുഖത്ത് നോക്കി പറയും, സത്യം ചെയ്യ് എന്നിങ്ങനെ പറയുമ്പോൾ ശാലിനി തൻ്റെ കൈ ഇങ്ങനെ വയറിലേക്ക് വയ്ക്കുന്നുണ്ട്. പക്ഷേ എന്നിട്ട് ശാലിനി കൈയങ്ങ് മാറ്റുകയാണ്. എന്നിട്ട് ശാലിനി അങ്ങ് പൊട്ടിക്കരയുന്നുണ്ട്. അന്നേരം ഭാമ ശ്രദ്ധിക്കുകയാണ്, എനിക്കതിന് കഴിയില്ലമ്മേ ഇങ്ങനെ, കാരണം എൻ്റെ വയറ്റിൽ ഇങ്ങനെ കുഞ്ഞില്ല, ഞാൻ ഗർഭിണിയല്ല എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ശാലിനിയെ തന്നെ നോക്കുന്നുണ്ട്. പക്ഷെ ഒരു നിമിഷം നിശ്ചലമായിട്ട് ഇങ്ങനെ ഭാമ നിൽക്കുകയാണ്, എന്തോ കേട്ട് ഷോക്കായതുപോലെ. തുടർന്ന് ഈ തള്ളയ്ക്ക് എന്താ വട്ടായോ എന്നിങ്ങനെ സുസ്മിത ചിന്തിക്കുന്നുണ്ട്. പെട്ടെന്ന് ഭാമയെ
എന്നിങ്ങനെ രാഘവൻ നായർ വിളിക്കുമ്പോഴാണ് ഞെട്ടി ഉണർന്ന പോലെ ഭാമ ഇങ്ങനെ ഉണരുന്നത്. അതൊന്നുകൂടി ഭാമ ഒന്ന് പിന്നെ ശാലിനി പറഞ്ഞത് സത്യമാണെന്ന് ഭാമയ്ക്ക് ബോധ്യപ്പെടുകയാണ്. തുടർന്ന് കൂടി നിന്ന് എല്ലാവരെയും ശ്രദ്ധിക്കുമ്പോൾ എല്ലാവരും ശ്യാമയെ നോക്കി അങ്ങ് ചിരിക്കുകയും അടക്കം പറയുകയും ഒക്കെ ചെയ്യുന്നതാണ്. തുടർന്ന് ശാലിനിയാണെങ്കിൽ എന്നോട് ക്ഷമിക്കണം സത്യാമ്മയെന്നും പറഞ്ഞ് സത്യഭാമയുടെ കാൽക്കൽ വീഴുകയാണ്. പക്ഷെ ദേഷ്യം കൊണ്ട് ഭാമയാണെങ്കിൽ ശാലിനി ഇങ്ങനെ എന്നോട് ക്ഷമിക്കണം അല്ലേടി എന്നും പറഞ്ഞ് ദേഷ്യത്തോടു കൂടി ശാലിനി ഇങ്ങനെ കൈക്ക് ഇങ്ങനെ പിടിച്ച് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. അന്നേരം രോഹിത് ഓടി വരികയാണ്. ശ്യാമ ദീപകിനെ കാണാൻ പോയതാണെങ്കിൽ അതിൽ ഞാനും ഉണ്ടായിരുന്നു അവിടെ. എൻ്റെ മുമ്പിൽ വെച്ചാണ് അവർ പ്രശ്നം പറഞ്ഞു തീർത്തത്. ഇപ്പോൾ പ്രാണനെ പോലെയാണ് ശ്യാമ എന്നെ സ്നേഹിക്കുന്നത്. ഞങ്ങൾ എന്ത് സന്തോഷത്തോടെയാണ് കഴിയുന്നത് സത്യാമ്മയ്ക്ക് കാണുന്നില്ലേ? അപ്പോൾ ഒന്ന് ക്ഷമിക്കുക എന്ന് പറയുമ്പോൾ ശ്യാമ കരഞ്ഞുകൊണ്ട് ശ്യാമ ഓടി വരികയാണ്. ഞാൻ കാരണമാണ് കുഞ്ഞേച്ചി ഇങ്ങനെ കള്ളം പറയേണ്ടി വന്നത്, എല്ലാം എൻ്റെ തെറ്റാണ്, കുഞ്ഞേച്ചിയോട് ക്ഷമിക്കുക സത്യാമ്മയെന്ന് പറഞ്ഞ് ഇങ്ങനെ കൈകൂപ്പി നിൽക്കുകയാണ്. തുടർന്ന് അർജുനും പറയുന്നുണ്ട് തൽക്കാലത്തേക്ക് രക്ഷപ്പെടാൻ വേണ്ടി ഒരു കള്ളം പറഞ്ഞതാണ്, അതുകൊണ്ട് ആർക്കും ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഭാമ കേട്ടോണ്ടിരിക്കുകയാണ്. അന്നേരം താൻ മാത്രം അറിഞ്ഞില്ല, ബാക്കി എല്ലാവരും അറിഞ്ഞു എന്നിവിടെ സത്യഭാമയ്ക്ക് ബോധ്യം വരികയാണ്. അതുകൊണ്ട് വിഷ്ണു ഒന്ന് പറയുന്നുണ്ട് ശാലിനി അല്ലല്ലോ പറഞ്ഞത്, ഞാനല്ലേ പറഞ്ഞത് ശാലിനി ഗർഭിണിയാണെന്ന്, മെഡിക്കൽ റിപ്പോർട്ടൊക്കെ സംഘടിപ്പിച്ചത് ഞാനാണ് എന്നിങ്ങനെ പറയുമ്പോഴും പ്രീതിയും പറയുന്നുണ്ട് അമ്മയുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്താണ് പറഞ്ഞ കള്ളം മാറ്റി പറയാതിരുന്നത് എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാവരെയും ഭാമ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. അതുകൊണ്ട് രാഘവേട്ട എന്നിങ്ങനെ വിളിക്കുമ്പോൾ അവർ കുട്ടികളല്ലേ, തൽക്കാലത്തേക്ക് നീ ഒന്ന് ക്ഷമിക്കുക ഭാമേ എന്നിങ്ങനെ പറയുമ്പോൾ ഭാമയ്ക്ക് ആകെ ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട്, താൻ മാത്രം അറിഞ്ഞില്ല എന്ന് മനസ്സിലാകുമ്പോൾ. തുടർന്ന് സത്യഭാമയാണെങ്കിൽ ശാരദാമ്മയെ ഇങ്ങനെ ശ്രദ്ധിക്കുകയാണ്. തല താഴ്ത്തി തന്നെ ശാരദാമ്മ നിൽക്കുകയാണ്. തുടർന്ന് ശാലിനിയെ കൈ അങ്ങ് വിട്ടിട്ട് ശാരദാമ്മയെ എന്നിങ്ങനെ വിളിക്കുമ്പോൾ ആ തല താഴ്ത്തിക്കൊണ്ട് തന്നെ സത്യഭാമയുടെ മുന്നിലേക്ക് ശാരദാമ്മ വരികയാണ്. തുടർന്ന് സത്യാമ്മ എന്നിങ്ങനെ ശാരദാമ്മ വിളിക്കുമ്പോൾ നിങ്ങളുടെ 2 മക്കളെയും വിളിച്ചുകൊണ്ട് ഇപ്പോൾ തന്നെ ഈ പടി ഇറങ്ങണം എന്നിങ്ങനെ പറയുമ്പോൾ എല്ലാവർക്കും അങ്ങ് ഷോക്കാവുകയാണ്. അത് കേട്ട് ശാലിനിയാണെങ്കിൽ വിഷ്ണുവിൻ്റെ കയ്യിലേക്ക് ഇങ്ങനെ ഇറുക്കി പിടിക്കുകയാണ്. തുടർന്ന് ശാരദാമ്മയാണെങ്കിൽ മാപ്പ് അപേക്ഷിക്കുകയാണ് സത്യഭാമയോട്. ഒരു തവണത്തേക്ക് ക്ഷമിക്കണം എൻ്റെ മക്കളോട്, എൻ്റെ മക്കളുടെ ജീവിത പ്രശ്നമാണ്, ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ കാല് പിടിക്കാം എന്നും പറഞ്ഞ് സത്യഭാമയുടെ കാല് പിടിക്കാനായിട്ട് ഇങ്ങനെ തറയിലേക്ക് ഇരുന്ന് കുനിയുന്നുണ്ട്. പക്ഷേ ഭാമ അങ്ങ് മാറി മാറി പോവുകയാണ്. പക്ഷേ ശാരദാമ്മ എഴുന്നേൽക്കുന്നില്ല. എന്ന് പറയുമ്പോൾ എൻ്റെ മക്കളുടെ ജീവിത പ്രശ്നമാണെന്ന് പറഞ്ഞ് ഒരുപാട് അപേക്ഷിക്കുന്നുണ്ട് ശാരദാമ്മ അവിടെ ഇരുന്നുകൊണ്ട്. അന്നേരം എല്ലാവരും അങ്ങ് ആകെ വിഷമിച്ച് ശാരദാമ്മയെന്നൊക്കെ വിഷ്ണു ഇങ്ങനെ വിളിക്കുന്നുണ്ട്, അമ്മയെന്നൊക്കെ ശാരികയും ശ്യാമയും ശാലിനിയും ഒക്കെ വിളിക്കുകയാണ്. പക്ഷെ ശാരദാമ്മ എഴുന്നേൽക്കുന്നില്ല. തുടർന്ന് സത്യഭാമ പറയുന്നുണ്ട് ഇത് കള്ളം പറഞ്ഞതല്ല, അത് മറച്ചു വെച്ചതിനാണ്. പിന്നെ ഇത്രയും പേരുടെ മുൻപിൽ വെച്ച് എന്നെ വിഡ്ഢിവേഷം കെട്ടിച്ച് അപമാനിച്ചു, അതിനൊക്കെ എന്താ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എഴുന്നേൽക്കില്ല, എൻ്റെ കുട്ടികളോട് പൊറുക്കണം എന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുമ്പോൾ എഴുന്നേൽക്ക് ശാരദാമ്മയെന്നും പറഞ്ഞ് അവസാനം സത്യഭാമ ശാരദാമ്മയെ പിടിച്ചെഴുന്നേൽപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ 2 മക്കളോട് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ എല്ലാവരുടെയും മുഖത്തൊരു ആശ്വാസം വരുന്നുണ്ട്. പക്ഷേ 2 പേരെ ഇവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പൊയ്ക്കോളണം, എൻ്റെ കൺമുന്നിൽ നിന്ന് എവിടേക്കെങ്കിലും കൊണ്ടുപോയിക്കോളണം, ഇല്ലെങ്കിൽ എന്താ ചെയ്യുക എന്ന് എനിക്ക് എന്നെ പറയാൻ പറ്റില്ല, ഞാൻ ചിലപ്പോൾ പിടിച്ച് പുറത്താക്കും എന്നൊക്കെ പറയുമ്പോൾ ശാരദാമ്മയ്ക്ക് മനസ്സിലാവുകയാണ് അവിടെ സത്യഭാമ ക്ഷമിക്കില്ല എന്നുള്ളത്. തുടർന്ന് ശാരദാമ്മയാണെങ്കിൽ വാ ശാലിനി എന്നിങ്ങനെ വിളിക്കുകയാണ് നല്ല ദൃഢമായിട്ട് തന്നെ. അന്നേരം വിഷ്ണുവിൻ്റെ കൈകളിൽ നിന്ന് ശാലിനി വിടുന്നുണ്ട്. പക്ഷേ ശാലിനിയുടെ കൈകളിലേക്ക് വിഷ്ണു തൻ്റെ കൈയങ്ങ് കോർത്തു പിടിക്കുകയാണ്. തുടർന്ന് വാടി എന്നിങ്ങനെ ശ്യാമയെ വിളിക്കുമ്പോൾ രോഹിത് ഓടി ശ്യാമയുടെ അടുത്തേക്ക് നിന്ന് ശ്യാമയെ ചേർത്ത് പിടിക്കുകയാണ്. ഇല്ല ശാരദാമ്മ, ഇവളെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല, മരണത്തിന് പോലും ഇവളെ ഞാൻ വിട്ടുകൊടുക്കില്ല, അത് ഇവൾക്ക് ഞാൻ കൊടുത്ത വാക്കാണ്, ഇവൾ എൻ്റെ പ്രാണനാണ് എന്ന് പറഞ്ഞ് ശ്യാമയെ ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. ശ്യാമ രോഹിത്തിൻ്റെ കൈകളിലേക്ക് പിടിക്കുന്നുണ്ട്. അതൊക്കെ ഇങ്ങനെ സത്യഭാമ നോക്കി നിൽക്കുകയാണ്. ഇത്രയും ആകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുന്നുണ്ട്. പക്ഷേ ഇതുവരെയും അടുത്ത ഡോക്ടർ ഒന്നും സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഇനി എന്തെങ്കിലും ടെസ്റ്റ് വരുമായിരിക്കും. പക്ഷേ ഇതെല്ലാം കണ്ട് സന്തോഷത്തിൽ പിന്നെ സുസ്മിത നിൽക്കുകയാണ്. പക്ഷേ എന്തായാലും ശാലിനി അവിടെ നിന്നും ശ്യാമയെന്നും അവിടെ നിന്നും സത്യഭാമ പുറത്താക്കില്ല. അവിടെ തന്നെ സത്യം അറിയും. ഓക്കെ, താങ്ക് യു.